ദൈവത്തിന് സ്തോത്രം. 118 സങ്കീർത്തനം 15 വാക്യവും ലൂക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായം 24 വാക്യവും നമുക്ക് വായിക്കാം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഭവനത്തിലെ സന്തോഷം, ഭവനങ്ങളിലെ ഉല്ലാസം, അതാണ് നാം 2 വാക്യത്തിലും കാണുന്നത്. 118 സങ്കീർത്തനത്തിൽ 15 വാക്യത്തിൽ ഓർപ്പിക്കുന്നു, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അങ്ങനെ ഒരു ഭവനത്തിൽ സന്തോഷമുണ്ടായ കാര്യം, ഉല്ലാസവും സന്തോഷവും ഉണ്ടായ കാര്യമാണ് ലൂക്കോസ് 15 അധ്യായത്തിൻ്റെ 24 വാക്യം വായിക്കാം. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അവിടെ ആ ഭവനത്തിൽ സന്തോഷമുണ്ടായി. പ്രിയപ്പെട്ടവരെ, പല പല ഉല്ലാസങ്ങളും സന്തോഷങ്ങളും ആഘോഷങ്ങളും നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാവാറുണ്ട്. നാം പലരെയും വീടുകളിൽ ഉല്ലാസത്തിന് ക്ഷണിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. പല പല സന്തോഷങ്ങളും ആഘോഷങ്ങളും നമ്മുടെ ഭവനങ്ങളുണ്ടാകാറുണ്ട്. മക്കളുടെ വിവാഹം, അല്ലെങ്കിൽ പുതിയ വീട് വെച്ചു, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് അനേക ഉല്ലാസത്തിൻ്റെയും ആഘോഷത്തിൻ്റെയുമായ ധാരാളം ചടങ്ങുകൾ നമ്മുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഉണ്ടാകാറുണ്ട്. നാം ചർച്ചക്കാരെയും പ്രിയപ്പെട്ടവരെയും എല്ലാം അതിൽ ക്ഷണിക്കാറുമുണ്ട്. എന്നാൽ ദൈവം നമ്മുടെ ഭവനത്തിൽ ഉണ്ടാക്കി തരുന്ന ഉല്ലാസമുണ്ട്, ആഘോഷമുണ്ട്. അതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായത്തിൽ നാം വായിക്കുന്നത്. ആ ഭവനത്തിൽ നിത്യനായി ദൈവം ഉണ്ടാക്കി കൊടുത്ത ഒരു സന്തോഷമാണ് നാം ഇവിടെ വായിക്കുന്നത്. അതാണ് വാസ്തവത്തിൽ നീതിമാന്മാരുടെ കൂടാരങ്ങളിലെ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ആഘോഷമല്ല നീതിമാന്മാരുടെ ഭവനത്തിലെ ഉല്ലാസഘോഷം. നീതിമാന്മാരുടെ കൂടാരങ്ങൾ ഉല്ലാസഘോഷം എന്ന് പറയുന്നത് ആ ഭവനത്തിൽ ദൈവം ഉണ്ടാക്കി കൊടുത്ത ഒരു സന്തോഷം, ആ ഭവനത്തിൽ ദൈവം ഉണ്ടാക്കി കൊടുത്ത ഒരു ഉല്ലാസം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനങ്ങൾ വാസ്തവത്തിൽ ഉല്ലാസത്തിനും ഘോഷത്തിനുമുള്ള സ്ഥലം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ദേവാലയം വാസ്തവത്തിൽ എന്തിനുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ഹാള് എന്തിനുള്ള സ്ഥലമാണ്, നാം പ്രെയർ ഫെലോഷിപ്പായി കൂടി വരുന്ന ആ ഹാള് എന്തിനുള്ള സ്ഥലമാണ്, നമ്മുടെ ബൈബിൾ ക്ലാസ് എന്തിനുള്ള സ്ഥലമാണ്, അത് എന്തിനുള്ള സ്ഥലമാണ്? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ജനത്തിന് കാണിച്ചു കൊടുക്കുവാനും അവർക്ക് ജനത്തിന് ക്രിസ്തുവിനെ കാണുവാനുമുള്ള സ്ഥലമാണ്. അത് മനുഷ്യരെ കാണാനുള്ള സ്ഥലമല്ല, അതൊരിക്കലും മനുഷ്യരെ കാണാനുള്ള സ്ഥലമല്ല. പ്രിയപ്പെട്ടവരെ, നാം ജനത്തെ ശരിയായത് പഠിപ്പിക്കണം. ശരിയായത് പഠിപ്പിക്കാതെ പോയാൽ, മോശയുടെ കാലത്ത് ഇസ്രായേൽ മക്കൾക്ക് മന്ന ലഭിച്ചു. മോശയോടാണ് ജനം പറഞ്ഞത്, ഞങ്ങൾക്ക് അത് വേണം, ഭക്ഷണമെത്ത കാര്യം. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുത്തു. പക്ഷേ മന്ന തിന്ന ഇസ്രായേൽ മക്കൾ അത് അനുഭവിച്ചതായ ആ കാലത്തെ കാരണവന്മാർ അവരുടെ മക്കളെ പഠിപ്പിച്ചത്, മോശ ഞങ്ങൾക്ക് മന്ന തന്നു എന്നാണ് പഠിപ്പിച്ചത്. മോശ ഞങ്ങൾക്ക് മന്ന തന്നു. മന്ന അവർ മോശയോട് പറഞ്ഞതാ, ശരിയാ, പക്ഷേ മോശ ഞങ്ങൾക്ക് മന്ന തന്നു. അതാണ് അവർ പറയാനായിട്ടിട വന്നത്. നമുക്ക് വേദപുസ്തകം വായിച്ചാൽ കാണാം, അവർ ജനത്തോട് പറയുന്നത് എങ്ങനെയാണ്? മോശ ഞങ്ങൾക്ക് മന്ന തന്നു. കർത്താവായ യേശു ക്രിസ്തു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ 6:32 ഒന്ന് വായിച്ചു നോക്കിയേ. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 32 വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാലപ്പം നിങ്ങൾക്ക് തരുന്നത്. പ്രിയപ്പെട്ടവരെ, കാരണം ആ ജനം അങ്ങനെ പഠിപ്പിക്കാൻ എന്താ കാര്യം? മന്ന കിട്ടിയ കാലം മുതൽ ആ കാരണവന്മാർ അനുഭവിച്ച ആളുകൾ അവരുടെ മക്കളെ പഠിപ്പിച്ചു, മോശയാണ് ഞങ്ങൾക്ക് മന്ന തന്നത്. അവരത് പഠിച്ചുകൊണ്ടിരുന്നു, മക്കൾ അവരത് പറഞ്ഞുകൊണ്ടിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. എത്രയോ കൊല്ലം കഴിഞ്ഞാൽ അവർ പറയും, മോശ ഞങ്ങൾക്ക്
മന്ന തന്നു. ആ തെറ്റായ ഒരു ഉപദേശം അവിടെ കിടന്നു വന്നു. ആ തെറ്റായ ഉപദേശം മക്കൾ പഠിച്ചു, അവരത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ കർത്താവായ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവായ യേശു പറഞ്ഞു, അത് തെറ്റിപ്പോയി. നിങ്ങളുടെ കാരണവന്മാർ നിങ്ങളെ പഠിപ്പിച്ചത് തെറ്റായിപ്പോയി. കാരണം മന്ന തന്നത് മോശയല്ല, ആരാണ് തന്നത്? എൻ്റെ പിതാവത്രേ തന്നത്. ദൈവമക്കളെ, ഉപദേശ പിശകുകൾ സംഭവിക്കാറുണ്ട്. തെറ്റായ ചില പഠിപ്പിക്കലുകൾ. നമ്മളേതെങ്കിലും ദൈവമക്കളോട് പ്രാർത്ഥിക്കാൻ പറയുന്നു, അല്ലെങ്കിൽ അവരോടൊരു ആവശ്യം പറയുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, കർത്താവ് നമുക്ക് സൗഖ്യം തരുന്നു, ആവശ്യം നടത്തി തരുന്നു. പക്ഷേ നമ്മൾ അറിയാതെ പിന്നീട് സാക്ഷ്യം പറയുമ്പോഴും വചനം പറയുമ്പോഴും എല്ലാം നമ്മൾ പറയും, ഇന്ന ദൈവദാസൻ പ്രാർത്ഥിച്ച്, ഇന്നയാൾ പ്രാർത്ഥിച്ച് എനിക്കത് കിട്ടി, ഇത് കിട്ടിയെന്ന് പറയും. പക്ഷെ വാസ്തവത്തിൽ മന്ന കൊടുത്തത് മോശ കൊടുത്തു എന്ന് പഠിപ്പിച്ചു. പക്ഷെ കൊടുത്തത് ആരായിരുന്നു കൊടുത്തത്? സ്വർഗത്തിലെ ദൈവമാണ് അവർക്ക് മന്ന കൊടുത്തത്. ദൈവമക്കളെ, എപ്പോഴും നാം ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചായിരിക്കണം. ക്രിസ്തുവാണ് നമുക്കെല്ലാം ചെയ്തു തരുന്നത്. നാം പ്രാർത്ഥിക്കാൻ പറയുന്ന ആളുകളുണ്ട്, അനേകർ പ്രാർത്ഥിക്കാൻ പറയുന്നു, പ്രാർത്ഥിക്കുന്നു, കർത്താവ് പ്രവർത്തിക്കുന്നു. അത്ഭുതങ്ങളുടെ കാലം തീർന്നു പോയിട്ടില്ല. പക്ഷേ എല്ലാത്തിനും മഹത്വം ക്രിസ്തുവിനാണ്. അവനാണിതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ക്രിസ്തുവിനെയാണ് നാം കാണേണ്ടത്. എനിക്ക് ഉപകാരം ചെയ്ത് കിട്ടി, എനിക്കൊരു പ്രാർത്ഥനാ വിഷയം നടന്നു കിട്ടി, ഒരു രോഗസൗഖ്യം ലഭിച്ചു, അത് തന്നത് ഏതെങ്കിലും ഒരു ദൈവദാസൻ തന്നു എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ അന്ന് ഇസ്രായേൽ മക്കൾ അവരുടെ മക്കളെ പഠിപ്പിച്ച പോലെ ആയിപ്പോവും. അതുകൊണ്ട് എന്ത് പറ്റി? കാലങ്ങൾ കഴിഞ്ഞിട്ട് യേശുക്രിസ്തു സാക്ഷാൽ ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യാവതാരം ചെയ്ത് വന്നപ്പോഴും അവരാ ദൈവത്തോട് തന്നെ പറയുക, നീയൊന്നും അല്ല വന്ന തന്നത്, പിന്നെ ആരാ തന്നത്? മോശയെ തന്നു. പ്രിയപ്പെട്ടവരെ, തെറ്റായത് ഏത് കാലത്ത് പഠിപ്പിച്ചാലും അത് കാലങ്ങൾ കഴിയുമ്പോൾ ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. തെറ്റായത് ഒരിക്കലും നമ്മൾ പഠിപ്പിക്കരുത്. എല്ലാം ചെയ്തു തരുന്നത് ഒരുവൻ അത്രയും. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവന് സ്തോത്രം ചെയ്യുവിൻ. അത് ക്രിസ്തു മാത്രമാണ്. ദൈവമക്കളെ, നാം ക്രിസ്തുവിനെയാണ് ഉയർത്തേണ്ടത്, ക്രിസ്തുവിനെയാണ് ഘോഷിക്കേണ്ടത്. നമുക്ക് നോക്കാം, ഇസ്രായേൽ മക്കൾ അന്ന് ആ ഭവനത്തിൽ സന്തോഷമുണ്ടായി, ഉല്ലാസമുണ്ടായി. എന്തായിരുന്നു? ഒരു ക്രൈസ്തവ ദേവാലയം വാസ്തവത്തിൽ എന്തിനാണ്? കുർബാന അർപ്പിക്കാനും പെരുന്നാൾ നടത്താനും മാമോദീസ നടത്താനും വിവാഹം നടത്താനും ഒക്കെയുള്ള സ്ഥലമായിട്ട് നാം ക്രൈസ്തവ ദേവാലയത്തെ കാണാറുണ്ട്. അവിടെയാണ് വിവാഹം നടക്കേണ്ടത്, അവിടെയാണ് മാമോദീസ നടക്കുന്നത്, അവിടെയാണ് ശവസംസ്കാരം നടക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സ്ഥലമായി നാം ക്രൈസ്തവ ദേവാലയത്തെ സങ്കല്പിക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ക്രൈസ്തവ ദേവാലയം അതിനൊക്കെ വേണ്ടി മാത്രമുള്ള സ്ഥലമാണോ? അല്ല. ക്രൈസ്തവ ദേവാലയം, ഓരോ ക്രൈസ്തവ ദേവാലയവും വാസ്തവത്തിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ജനത്തിന് കാണിച്ചു കൊടുക്കാനുള്ള സ്ഥലവും ക്രിസ്തു രണ്ടാമത് വരുമെന്ന് ജനത്തെ പഠിപ്പിക്കാനുമുള്ള സ്ഥലമാണ്. ദേവാലയത്തിൽ വരുന്നവർ ആരെ കാണണം? ദേവാലയത്തിൽ വരുന്നവൻ ആരെ കാണണം? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കാണണം. അങ്ങനെ ഒരു സങ്കല്പം ഇന്ന് ക്രൈസ്തവൻ്റെ സങ്കല്പത്തിൽ പോലുമില്ല. ദേവാലയം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കാണാനുള്ള സ്ഥലമാണെന്നില്ല. എന്നാൽ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവരെന്താണ് കണ്ടത്? അവർ ക്രിസ്തുവിനെ കണ്ടു. അവർ യേശു ക്രിസ്തുവിനെയാണ് കണ്ടത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണ് അവർ കണ്ടത്. മോചനത്തിന് വേണ്ടി രക്തമൊഴുക്കിയ ക്രിസ്തുവിനെയാണ് അവർ കണ്ടത്. ദൈവമക്കളെ, നിർഭാഗ്യവശാൽ ഇന്ന് ക്രിസ്തുവിനെ കാണുന്ന ക്രൈസ്തവരുടെ എണ്ണം കുറഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ദേവാലയങ്ങൾ സന്തോഷത്തിൻ്റെ സ്ഥലങ്ങളല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം അവിടെ വരുന്നവർ ക്രിസ്തുവിനെയല്ല കാണുന്നത്. പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ നമ്മുടെ ഭവനങ്ങൾക്കും ഈ പ്രശ്നമുണ്ട്. വാസ്തവത്തിൽ ഒരു ക്രൈസ്തവ ഭവനം എന്തിനുള്ള സ്ഥലമാണ്? ഊണ് കഴിക്കാനും ഉറങ്ങാനും മക്കളെ വളർത്താനും മാത്രമുള്ളതായ സ്ഥലമാണോ പ്രിയപ്പെട്ടവരെ? അതിന് മാത്രമുള്ള സ്ഥലമാണോ അത്? നമ്മുടെ ഭവനങ്ങളെന്ന് പറയുന്നത് ഊണ് കഴിക്കാനും ഉറങ്ങാനും മക്കളെ വളർത്താനും വേണ്ടി മാത്രമുള്ള സ്ഥലമാണോ? അല്ല. അത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും
ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ക്രിസ്തു ഉണ്ടെങ്കിൽ, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിൻ്റേതായ സന്തോഷവും ആഘോഷവും ഉല്ലാസവും നമ്മുടെ ഭവനങ്ങളിലുണ്ടായിരിക്കും. അന്ന് ആ ഭവനത്തിൽ, ആ മുടിയനായ പുത്രൻ്റെ ഭവനമാണ് അവിടെ പറയുന്ന ഭവനം. ആ ഭവനത്തിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ആ ഭവനത്തിൽ ഏറ്റവും വേദന കൊടുത്ത മകൻ മാനസാന്തരപ്പെട്ടു. ആ ഭവനത്തിൽ ഏറ്റവും ദുഃഖമുണ്ടാക്കിയ ഒരു മകനുണ്ടായിരുന്നു. ആ ഭവനത്തെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചൊരു മകനുണ്ടായിരുന്നു. ആ മകൻ അവന് ഡിഗ്രി കിട്ടിയതുകൊണ്ടല്ല, അവൻ്റെ കല്യാണം നടന്നതുകൊണ്ടല്ല, അവൻ വലിയ ലോട്ടറി അടിച്ചതുകൊണ്ടല്ല, ആ വീടിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച മകൻ മാനസാന്തരപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് ആ വീട്ടിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ടായി. മക്കളെ, നീതിമാന്റെ കൂടാരത്തിൽ ഉണ്ടാകുന്ന ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷമെന്ന് പറയുന്നത് മനസാന്തരം കൊണ്ടുണ്ടാകുന്ന സന്തോഷമാണ്. മനസാന്തര ഫലമായിട്ടുണ്ടാകുന്ന സന്തോഷമാണ്. നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ അവിടെ പാർക്കുന്നവർ മാനസാന്തരപ്പെടുമ്പോൾ ഉണ്ടാകുന്നത്, ആ ഭവനത്തിൽ സന്തോഷമാണ് ഉണ്ടാകുന്നത്. ഭവനം സന്തോഷമുള്ളൊരിടമായിട്ട് വരുന്നു. ഭവനം സന്തോഷത്തിൻ്റെ ഒരു സ്ഥലമായിട്ട് മാറുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനങ്ങൾ ഇന്ന് സന്തോഷം തരുന്ന സ്ഥലങ്ങളാണോ? പലപ്പോഴും സന്തോഷം തരുന്ന സ്ഥലങ്ങളല്ല. കാരണം മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ മേലാത്തത് കൊണ്ടാണ് മാനസാന്തരത്തെ വികലമായി കണ്ടുകൊണ്ട് മാനസാന്തരപ്പെടുന്നവരെ പലപ്പോഴും ചാർച്ചക്കാരും സ്വന്തക്കാരും പള്ളിക്കാരും ഇടവക്കാരും എല്ലാം മാനസാന്തരപ്പെടുന്നവനോട് ഒരു വിദ്വേഷവും പകയുമൊക്കെയാണ് ഉണ്ടാകുന്നത്. എന്നാൽ മാനസാന്തരം അതൊന്നുമല്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട ആ മകൻ എന്താണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. 15-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം. ആ മകൻ ഉല്ലാസവും സന്തോഷവും ആ ഭവനത്തിൽ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ആ മകൻ പറഞ്ഞ ഒരു വാക്കാണ്. എന്താണ് ആ തിരിച്ചു വന്നതായ മുടിയനായ പുത്രൻ പറഞ്ഞ ഒരു വാക്കെന്താണ്? 21-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. അപ്പനോട് അവൻ പറയുകയാണ്, സ്വർഗത്തോട് പാപം ചെയ്തവിടെ നിൽക്കട്ടെ, ആ വീട്ടിൽ അവൻ ഉണ്ടായിരുന്ന അപ്പനോട് അവൻ പറയുക, അപ്പാ, ഞാൻ അപ്പനോട് യോഗ്യമല്ലാതെ പെരുമാറി, ഞാൻ യോഗ്യമല്ലാത്ത രീതിയിൽ അപ്പനോട് ഇടപെട്ടു, ഞാൻ പറയാൻ മേലാത്തതൊക്കെ അപ്പനോട് പറഞ്ഞുപോയി, ഞാൻ ചെയ്യാൻ മേലാത്ത രീതിയിലെല്ലാം ഭവനത്തിൽ ചെയ്തു പോയി, ഞാൻ ഒരിക്കലും എൻ്റെ ഭവനത്തിൽ എങ്ങനെ പാടില്ലായിരുന്നു, അത് ചെയ്തു പോയി, എനിക്ക് തിരുത്തണം. മക്കളെ, അങ്ങനെ ആ ഭവനത്തിലെ ഒരു മകൻ ആ വീട്ടിലുള്ള അപ്പനോട് പറയുക, അപ്പ, ഞാൻ അപ്പനോട് പറയാൻ മേലാത്ത വാക്ക് പറഞ്ഞു പോയി, ചെയ്യാൻ മേലാത്തത് ചെയ്തു പോയി എന്ന് നിങ്ങളൊരു ഭാര്യയോ ഭർത്താവോ പങ്കാളിയോട് പറയുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്നത്? സന്തോഷം. അതാണ് സന്തോഷം. അതാണ് നീതിമാന്മാരുടെ കൂടാരത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം. അത് പറയാനോ മുടിയനായ പുത്രൻ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ടവരാണെങ്കിൽ, മാനസാന്തരപ്പെട്ട ഓരോ ഭർത്താവിനും ഓരോ ഭാര്യയ്ക്കും ഓരോ അപ്പനും ഓരോ മകനും ആ നമ്മുടെ കൂടെ ജീവിക്കുന്നവരോട് പറയാനുള്ള വാക്കിതായിരിക്കും, എൻ്റെ പെരുമാറ്റത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് കേട്ടോ, ഞാൻ പ്രവർത്തിച്ചതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് കേട്ടോ, ഞാൻ പല കാര്യത്തിലും എനിക്ക് ഭവനത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, ഞാൻ പറയാൻ മേലാത്തതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ ചെയ്യാൻ മേലാത്തതൊക്കെ ചെയ്തു പോയിട്ടുണ്ട്, ചിലപ്പോൾ മർദ്ദിച്ചു പോയിട്ടുണ്ടായിരിക്കാം. അത് സ്വന്തം വീട്ടിലുള്ളവരോട് നേരായിട്ട് ചൊവ്വായിട്ട് അങ്ങ് പറയാനുള്ളതായ ആ കൃപയാണ് മാനസാന്തരം വഴി ആ മകന് കിട്ടിയത്. തൻ്റെ ഭവനത്തിലുള്ളവരോട് ഞാൻ ആ വീട്ടിൽ ചെയ്തത് ശരിയല്ല, ഞാൻ ഭവനത്തിലുള്ളവരോട് പെരുമാറിയത് ശരിയല്ല എന്ന് പറയാനുള്ളതായ ആ മനസ്സാണ് അവന് മാനസാന്തരം കൊടുത്തത്. ദൈവമക്കളെ, നിങ്ങൾക്ക് ആ മനസ്സ് കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ പങ്കാളിയോട്, നിങ്ങളുടെ ഭർത്താവിനോട്, ഭാര്യയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഭാര്യയോട് പേര് വിളിച്ച് സ്നേഹത്തോടെ, ഞാൻ ചിലതൊക്കെ തെറ്റിപ്പോയിട്ടോ,
എൻ്റെ ജീവിതത്തിൽ ചിലതൊക്കെ തെറ്റിപ്പോയി, ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മായിമ്മയുടെ മരുമകൾ, അല്ലെങ്കിൽ മരുമകളുടെ അമ്മായിമ്മ പറയുകയാണ്, മോളെ ഞാൻ ചെയ്തതൊക്കെ തെറ്റിപ്പോയിട്ടോ, ചിലതൊക്കെ തെറ്റുപറ്റി, ചില വാക്കുകളൊക്കെ തെറ്റിപ്പോയി. ദൈവമക്കളെ, ഇത് ഭർത്താവിനോട് ഭാര്യയും ഭാര്യയോട് ഭർത്താവും മരുമകളോട് അമ്മായിമ്മയും ഒക്കെ പറയുന്ന ഒരു വീടിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഒരു ഭവന അന്തരീക്ഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതാണ് ആ മുടിയനായപുത്രൻ്റെ വീടെന്ന് നാം പറയുന്ന വീട്ടിലുണ്ടായ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്തുണ്ടായി? ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ടായി. ദൈവമക്കളെ, അവിടെയാണ് ദൈവകൃപയുണ്ടാകുന്നത്. അവിടെയാണ് അവൻ്റെ ആത്മാവ് യഥാസ്ഥാനപ്പെട്ടത്. ആ മുടിയനായപുത്രൻ ദൈവരാജ്യത്തിൽ എത്തുമെങ്കിൽ അവൻ ദൈവരാജ്യത്തിൽ എത്തത്തക്ക വിധത്തിൽ അവൻ്റെ ഹൃദയം ഒരുങ്ങിയത് എപ്പോഴാണ്? അവൻ്റെ ഭവനത്തിലുള്ളവരോട് അവൻ തുറന്നു പറഞ്ഞു, ഞാൻ അരുതാത്തത് ചെയ്തു പോയി. പള്ളിയിൽ അച്ഛനോട് തന്നെ പറഞ്ഞ കാര്യമല്ല പറയുന്നത്, കുമ്പസാരിച്ച് അച്ഛനോടല്ല പറഞ്ഞത്, പിന്നെ ആരോടാ പറഞ്ഞത്? സ്വന്തം വീട്ടിലുള്ള അപ്പനോട്, അല്ലെങ്കിൽ ഭാര്യയോട്, ഭർത്താവിനോട് പറഞ്ഞ വാക്കാണ് അവൻ്റെ മാനസാന്തരം. അതാണ് അവൻ്റെ ആത്മാവിന് ഗുണപ്പെട്ടത്. നിങ്ങളുടെ ആത്മാവിന് ഗുണമുണ്ടാകണമെങ്കിൽ നിങ്ങൾ ദേവാലയത്തിൽ പോയി ആരും അറിയാത്ത ഒരു അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചിട്ട് വന്നാൽ മാത്രം പോരാ. നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന നിങ്ങളുടെ പങ്കാളിയോട്, നിങ്ങളുടെ രക്തബന്ധത്തിലുള്ളവരോട് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, ഞാൻ ഈ ഭവനത്തെ കരയിപ്പിച്ചതാ, ഞാൻ ഈ ഭവനത്തിൽ യോഗ്യമല്ലാതെ പെരുമാറിപ്പോയി, ഇനി അതുണ്ടാവില്ല, എനിക്ക് ഭവനത്തിൽ പെരുമാറിയതിലൊക്കെ തെറ്റുപറ്റിപ്പോയി. ദൈവമക്കളെ, നിങ്ങൾക്കത് പറയാൻ ഇപ്പോഴുണ്ടോ? നിങ്ങൾക്കത് പറയാൻ ലജ്ജ തോന്നുന്നുണ്ടോ? നിങ്ങൾക്കത് പറയാൻ സാധിക്കുന്നുണ്ടോ? അതിനുള്ളതായ ആത്മീയ ആ ശക്തി നിങ്ങൾക്കുണ്ടോ? അതിനുള്ളതായ ഒരു ആത്മീയ ദാഹം നിങ്ങൾക്കുണ്ടോ? അതിനുള്ളതായ ഒരു ആത്മീയ തീഷ്ണത നിങ്ങൾക്കുണ്ടോ? അതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അവിടെയാണ് ആ കുടുംബങ്ങളിൽ ഉല്ലാസവും ജയവും ഘോഷവും ഉണ്ടാകും. അങ്ങനെ അല്ലാത്തവരുടെ കുടുംബം കൂട്ടായ്മയ്ക്ക് പോകുന്നതായിരിക്കും, പള്ളിയിൽ പോകുന്നതായിരിക്കും, പക്ഷേ ആരും അവരവരുടെ തെറ്റുകൾ വീട്ടിലുള്ളവരോട് തെറ്റുപറ്റിയെന്ന് മിണ്ടുകയില്ല. ദൈവമക്കളെ, അവിടെ ഉല്ലാസവുമില്ല, ജയവുമില്ല, ഘോഷവുമില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ ഭവനത്തിലുള്ളവരോട് ചിലപ്പോൾ മക്കൾ ഡോക്ടർമാരായിരിക്കും, എഞ്ചിനീയർമാരോ, വലിയ ഉദ്യോഗസ്ഥന്മാരോ, വലിയ ബിസിനസ്സുകാരോ, വലിയ ഉന്നതന്മാരായിരിക്കും വീട്ടിലുള്ളവരൊക്കെ. വീട്ടിലെ അംഗങ്ങളൊക്കെ പദവിയും പത്രാസും ഒക്കെ ഉള്ളവരായിരിക്കും. പക്ഷേ വീട്ടിൽ സന്തോഷം ഉണ്ടാവില്ല. വീട്ടിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഭവനത്തിലുള്ളവരോട് പറയാൻ പറ്റണം, എനിക്ക് നിങ്ങളോട് വീട്ടിലുള്ളവരോട് പറയാം, എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, ഭവനത്തിന് കുഷ്ഠം പിടിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭവനത്തിന് കുഷ്ഠരോഗം വരും. ശരീരത്തിന് കുഷ്ഠരോഗം വരുന്ന കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. കുഷ്ഠരോഗം ഒരു ശരീരത്തിന് വരുന്ന രോഗമാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കും ഭവനത്തിന് കുഷ്ഠരോഗം വരുമെന്ന്. ലേവ്യ പുസ്തകം 14-ാം അധ്യായം 33-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലേവ്യ പുസ്തകം 14-ാം അധ്യായം, പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം മുതൽ വായിച്ചു നോക്കാം. ലേവ്യ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 13-ാം അധ്യായം കുഷ്ഠരോഗം വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. കുഷ്ഠരോഗമെന്ന രോഗം വരുന്നത്. 14-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ആ രോഗം മാറുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. പക്ഷേ ശരീരത്തിൻ്റെ കുഷ്ഠരോഗം മാറുമ്പോൾ ഭവനത്തിൻ്റെ കുഷ്ഠരോഗത്തെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. 33-ാമത്തെ വാക്യം മുതൽ വായിച്ചു നോക്കാം. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്ന കനാൻ ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ഞാൻ നിങ്ങളുടെ അവകാശ ദേശത്ത് ഒരു വീട്ടിൽ കുഷ്ഠബാധ വരുത്തുമ്പോൾ കേട്ടോണം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് കനാൻ നാട്ടിലെത്തി, നിങ്ങളുടെ ദേശമായ കനാൻ നാട്ടിൽ, എന്ന് വെച്ചാൽ സൗഭാഗ്യമുള്ള സ്ഥലത്ത് എത്തിച്ചു. അന്നത്തെ കനാൻ നാടെന്ന് പറയുന്ന അനുഭവത്തിലേക്ക്, മാനസാന്തരത്തിലേക്കൊക്കെ നിങ്ങൾ വന്നു, അനുഭവത്തിലേക്കൊക്കെ വന്നു. പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴും കനാൻ നാട്ടിലെത്തിയെങ്കിലും ജനം കനാൻ നാട്ടിലെത്തി, പക്ഷേ കുടുംബങ്ങളിൽ എന്തുണ്ട്? കുഷ്ഠരോഗമുണ്ട്. കുടുംബങ്ങളിൽ കുഷ്ഠരോഗം. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളാണ്, കൂട്ടായ്മയിൽ വരുന്നവരാണ്, പക്ഷേ ഭവനത്തിൽ കുഷ്ഠരോഗം. എന്താ കാരണം? ഒന്ന് വായിച്ചു നോക്കിയ, താഴത്തേക്ക് വായിച്ചു. ഒരു വീട്ടിൽ കുഷ്ഠബാധ വരുത്തുമ്പോൾ വീട്ടുടമസ്ഥൻ വന്ന് വീട്ടിൽ കുഷ്ഠലക്ഷണമുള്ള പ്രകാരം എനിക്ക് തോന്നുന്നു എന്ന് പുരോഹിതനെ അറിയിക്കണം.
അപ്പോൾ വീട്ടിലുള്ള എനിക്ക് കുഷ്ഠരോഗമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് പുരോഹിതനെ അറിയിക്കണം. അഥവാ അന്നത്തെ കാലത്തെ പുരോഹിതൻ പരിശുദ്ധാത്മ അഥവാ ദൈവത്തോട് പറയണം. തന്നെത്താൻ വീട്ടുടമസ്ഥൻ ദൈവത്തോട് പറയണം, ദൈവമേ എൻ്റെ വീട്ടിൽ ശരിയല്ലല്ലോ കാര്യങ്ങൾ. ആര് പറയണം? വീട്ടുടമസ്ഥൻ പറയണം, ദൈവത്തോട് പറയണം. എന്ത് പറയണം? എൻ്റെ വീട്ടിൽ കുഷ്ഠരോഗം ഉണ്ടെന്ന് തോന്നുള്ളൂ, എല്ലാം ശരിയല്ലല്ലോ, ബന്ധങ്ങളും ശരിയല്ലല്ലോ. കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണം എന്താ? തൊട്ടാ അറിയില്ല, വേദന അറിയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ഭവനത്തിൽ ആർക്കും ഭർത്താവിൻ്റെ വേദന ഭാര്യയ്ക്ക് മനസ്സിലാവണില്ല, ഭാര്യയുടെ വേദന ഭർത്താവിന് മനസ്സിലാവണില്ല, അവനവൻ്റെ വാക്കുകൾ ഉണ്ടാക്കുന്ന വേദന ആർക്കും മനസ്സിലാവണില്ല. പ്രിയപ്പെട്ടവരെ, അത് ആ വീട്ടിലുള്ളവർ ദൈവത്തെ അറിയിച്ചു, കർത്താവേ എൻ്റെ വീട്ടിലെല്ലാം ശരിയല്ലല്ലോ, ശരിയായിട്ടല്ലല്ലോ കാര്യങ്ങൾ പോണത്, എൻ്റെ വീട്ടിലെ സംസാരവും പെരുമാറ്റവും എല്ലാം ശരിയല്ലല്ലോ എന്ന് ആര് പറയണം? അയൽപക്കത്തുകാരല്ല പറയേണ്ടത്. ആര് പറയണം? വീട്ടുടമസ്ഥൻ. അതാ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഭാര്യയോ ഭർത്താവോ അപ്പനോ അമ്മയോ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ദൈവത്തോട് പറയാം, കർത്താവേ എൻ്റെ വീട്ടിലെല്ലാം ശരിയല്ല. അതവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ വിനയപ്പെടുകയാണ്. അവിടെ ദൈവമക്കളെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധം വരാറുണ്ടോ? എൻ്റെ ഭവനത്തിലെല്ലാം ശരി സന്തോഷമല്ലല്ലോ, എൻ്റെ ഭവനത്തിലെല്ലാം വേണ്ടതുപോലെ അല്ലല്ലോ, അവിടെ ബന്ധങ്ങളെല്ലാം വേണ്ടതുപോലെ അല്ലല്ലോ, അവിടുത്തെ പെരുമാറ്റമെല്ലാം വേണ്ടതുപോലെ അല്ലല്ലോ. ഒരു വേദന. അടുത്ത വാക്യം വായിക്കാം. അപ്പോൾ വീട്ടിലുള്ള സകലവും അശുദ്ധമാകാതിരിപ്പാൻ പുരോഹിതൻ വടു നോക്കേണ്ടതിന് അവന് ആദ്യം പറയണം, വന്ന് നോക്കേണ്ടതിന് ചെല്ലും മുമ്പേ വീട് ഒഴിച്ചിടുവാൻ കൽപ്പിക്കണം. വീട് ഒഴിച്ചിടണം എന്ന് വെച്ചാൽ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീട്ടിലേക്കൊന്ന് നോക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ എന്താ നിന്റെ വീട്ടിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, വീടിനകത്തിരുന്നോണ്ട് നോക്കിയാൽ എല്ലാം ശരിയാന്ന് തോന്നത്തുള്ളൂ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കണം, അകത്തേക്ക് നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീട്ടിനകത്തേക്ക് നോക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ മനസ്സിലാകും വീടിനകത്തുള്ളതൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥമുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധാരണ ഐ ആം ഓൾ റൈറ്റ്, ഞാനെല്ലാം ശരിയാ, എനിക്ക് തിരുത്താനൊന്നുമില്ല, എനിക്ക് മാറ്റം വരുത്താനൊന്നുമില്ല, ഞാൻ പെർഫെക്റ്റാ, എൻ്റെ പെരുമാറ്റം ശരിയാ. അവിടെയാണ് മറ്റുള്ളവർ നമ്മളെ ശാസിക്കുകയും മറ്റുള്ളവർ നമുക്ക് തിരുത്തിത്തരികയും ചെയ്യുന്ന വാക്കുകൾക്ക് വില കൊടുക്കുക. മറ്റുള്ളവർ നമുക്ക് തിരുത്താനും മറ്റുള്ളവർ മാറ്റം വരാനുമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ അതിന് വില കൊടുക്കണം, അത് ചിന്തിക്കണം. നീതിമാന്റെ ശാസന തലയ്ക്ക് എണ്ണ, അതിനെ വെറുക്കരുത്. പ്രിയപ്പെട്ടവരെ, ശിക്ഷണവും ശാസനയും വെറുക്കരുത്. അതിന് ഞാൻ ശരിയാണെന്നുള്ള മനോഭാവത്തിലല്ല, ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്ക് നോക്കണം. ആ വീട്ടിൽ ശരിയാണോ എല്ലാം നടക്കുന്നത്? വീടിനകത്ത് ഇരിക്കുമ്പോൾ തോന്നും എല്ലാം ശരിയാന്ന് തോന്നും. എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഭാഗത്ത് വന്നിട്ട് അകത്തേക്ക് നോക്കണം, സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് നോക്കണം. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ, ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ ഭവനത്തിലേക്കൊന്ന് നോക്കണം. ഈസ് ഇറ്റ് ഓൾ റൈറ്റ്? അവിടെ നിങ്ങളുടെ പെരുമാറ്റം ശരിയാണോ? നിങ്ങളുടെ മനസ്വഭാവനോ ശരിയാണോ? നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ ശരിയാണോ? നിങ്ങളുടെ രഹസ്യ ജീവിതം ശരിയാണോ? ഭാര്യാഭർത്തൃബന്ധം ശരിയാണോ? മധുരമാണോ? അവിടെ പക വീട്ടിലില്ലേ? അവിടെ പകരം വീട്ടിലില്ലേ? ദൈവമക്കളെ, അനേകം മനസ്സിലാകുന്നില്ല. ഇന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിക്കുകയായിരുന്നു. അവൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിച്ചത്. ഞാൻ എന്താ അല്ല സാറിനെ പരിചയപ്പെടാൻ വേണ്ടി വിളിച്ച. എൻ്റെ സാറിൻ്റെ പേര് ഇതല്ലേ, അതെ പേരൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു, സാറ് എനിക്ക് ഒരു അബദ്ധം തെറ്റുപറ്റിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് പറയാനും കൂടെ ഞാൻ വിളിച്ചു. എന്നാ മോനെ തെറ്റുപറ്റിയേ? അല്ല, എൻ്റെ അപ്പൻ സാറിൻ്റെയൊക്കെ കൂട്ടായ്മയിൽ വന്നു മാനസാന്തരപ്പെട്ടിട്ടുള്ളവരാണ്. പക്ഷേ മാനസാന്തരപ്പെട്ടപ്പോൾ എൻ്റെ അപ്പന് ധാരാളം കൈക്കൂലി കിട്ടുന്ന ജോലിയായിരുന്നു, എക്സസൈസിലായിരുന്നു ജോലി. കിട്ടണത് മുഴുവൻ കുടിക്കും, കൈക്കൂലി മേടിച്ചത് മുഴുവൻ കുടിച്ചു തീർത്തു. അങ്ങനെ വീട് ഗതി പിടിച്ചില്ല. പക്ഷേ അപ്പൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പനൊരു സുബോധം വന്നു, താൻ ചെയ്തത് ശരിയല്ല എന്ന് തോന്നി. അങ്ങനെ തനിക്കറിയാവുന്നവർക്കൊക്കെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊണ്ടുപോയി മടക്കി കൊടുത്തു. അപ്പോൾ കിട്ടിയ കാശ് കുടിച്ചു,
പിന്നെ പെൻഷൻ കിട്ടിയെല്ലാം അവസാനം കിട്ടിയ കാശ് കൊണ്ടുപോയി പണ്ട് കൈക്കൂലി മേടിച്ചവർക്കൊക്കെ തിരിച്ചും കൊടുത്തു. അപ്പോൾ വീട് പട്ടിണി തന്നെ. അപ്പോൾ ഈ മകൻ പറയുക, അന്ന് ഞാൻ അപ്പനോട് പറയുമായിരുന്നു, അപ്പൻ പൈസ കൊടുത്ത് സ്വർഗം മേടിക്കാൻ പോയി. അപ്പനിപ്പോൾ പൈസ കൊടുത്ത് സ്വർഗം മേടിക്കാൻ പോയി, എൻ്റെ അപ്പൻ പൈസ കൊടുത്ത് സ്വർഗം മേടിക്കാൻ നടക്കുകയാണെന്ന് അപ്പനെ പരിഹസിച്ചു. ഇപ്പോൾ ആ മകൻ പറയുക, സാറേ ഞാനിപ്പോൾ മാനസാന്തരപ്പെട്ടപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി അന്ന് അപ്പൻ എന്തുകൊണ്ടാണ് തിരിച്ചു കൊടുത്തത്. അപ്പൻ പൈസ കൊടുത്ത് സ്വർഗം മേടിക്കാൻ പോയതല്ല, അപ്പൻ്റെ ഹൃദയവേദന കൊണ്ട് തെറ്റിതിരുത്തിയതാണെന്ന് എനിക്കൊന്ന് മനസ്സിലായി. അങ്ങനെ സാറിൻ്റെ കൂട്ടായ്മയിൽ വന്ന എൻ്റെ അപ്പൻ മരിച്ചു പോയിപ്പോയി. പക്ഷേ എൻ്റെ അപ്പനെക്കുറിച്ച് ഞാനങ്ങനെ പറഞ്ഞു പോയത് ക്ഷമിക്കണം കേട്ടോ സാറേ, ഒരു തെറ്റ് തിരുത്താൻ വേണ്ടി ഞാൻ വിളിക്കാം. ഞാനവിടെ കണ്ടിട്ട് പോലും ഇല്ല, നമ്മുടെ ഫെലോഷിപ്പിലുള്ളതുമല്ല, ഞാൻ വേറൊരു സഭയിൽ ചേർന്ന് നിൽക്കുക. പക്ഷേ സാറ് എൻ്റെ അപ്പനെക്കുറിച്ച് ഞാനങ്ങനെ പറഞ്ഞു പോയി. ദൈവമക്കളെ, നിങ്ങളുടെ ഭവനത്തിലുള്ളവരെ നിങ്ങൾ പരിഹസിക്കുന്നു, നിങ്ങളവർ ഇടിച്ചു താഴ്ത്തുന്നു, അവർ യോഗത്തിന് പോകുന്നതിന്, അവർ മാനസാന്തരപ്പെടുന്നതിന് എല്ലാം താഴ്ത്തിക്കെട്ടുന്നു. എവിടെയും പിണക്കവും നീരസവും പക വീട്ടിലും മാത്രം. മാനസാന്തരം ഇല്ലാത്തതിനാണ് കാരണം. മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ മനസ്സിലാകും എപ്പോഴും തെറ്റുതിരുത്താനുള്ള ആ ധൃതി, തെറ്റുതിരുത്താനുള്ളതായ ആ ബഹളം. എങ്ങനെയും എനിക്ക് തെറ്റുതിരുത്തണം, എൻ്റെ ആത്മാവ് പ്രകാശത്തിലാകണം, എൻ്റെ ആത്മാവ് വെളിച്ചത്തിലാകണം, ഏത് സമയത്ത് ഞാൻ കടന്നു പോകും, ഞാൻ കടന്നുപോയാൽ ദൈവരാജ്യത്തിലെത്തണം. അതിനുവേണ്ടി തെറ്റുതിരുത്താൻ, അതിനുവേണ്ടി എത്രയും വേഗം ഭാര്യ നാളെയാകട്ടെ എന്ന് വയ്ക്കില്ല. ഭർത്താവ് ഭാര്യയോട് നിരപ്പാകാൻ ഇന്ന് തന്നെ നിരപ്പാകും. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവിനോട് നാളെയാകട്ടെ എന്ന് വയ്ക്കില്ല, ഇന്ന് തന്നെ നിരപ്പാകും. കാരണം കടന്നുപോയാലോ. ദൈവമക്കളെ, അങ്ങനെ നിങ്ങളുടെ ഭവനത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ ഭവനങ്ങളിലുണ്ടാകും. ആരാണ് നീതിമാന്മാർ? മാനസാന്തരപ്പെട്ടവർ. അവരാണ് എനിക്ക് വീട്ടിലുള്ളവരോട് അവർക്ക് പറയാൻ വേറൊന്നുമില്ല, എനിക്ക് തെറ്റുപറ്റി കേട്ടോ, എനിക്ക് എൻ്റെ വീട്ടിൽ പെരുമാറിയ തെറ്റുപറ്റി, ഇടപെട്ടതിൽ തെറ്റുപറ്റി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ വാക്കുകളും പെരുമാറ്റങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ ഭവനത്തിലില്ലാതെ പിശാച് തടഞ്ഞു വയ്ക്കും. നമ്മുടെ ഭവനത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടോ? ഇതുപോലെയുള്ള മധുരവാക്ക് പറഞ്ഞിട്ടുണ്ടോ? ദൈവമക്കളെ, ഇതൊക്കെയാണ് പിശാച് തടയുന്നത്. ഇതൊക്കെ തകർക്കാനുള്ള ശക്തിയാണ് സുവിശേഷം നമുക്ക് തരുന്നത്. കർത്താവായ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവമക്കളെ, രക്ഷ എന്ന് പറയുന്നത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമാണ്. കാരണം നമ്മൾ ഈ ഞാൻ ഒരു ഉദാഹരണം പറയാറുണ്ട്, നിങ്ങൾ കേട്ട് കാണും, നിങ്ങൾക്ക് പറയാം, ചിന്തിക്കാം. ഈ വണ്ടി, നമ്മളൊരു കാറ് മേടിക്കുന്നു. കാറിന് അനേക യന്ത്രങ്ങളുണ്ട്, അതിൻ്റെ ഉപകരണങ്ങളുണ്ട്. ഒരു വസ്തുവാണ് ഒരു ഷോക്ക് അബ്സോർബർ എന്ന് പറയും. ഷോക്ക് അബ്സോർബർ, ഷോക്ക് ഉണ്ടാകുന്നത് അബ്സോർബ് ചെയ്യുന്നത് ഷോക്ക് അബ്സോർബർ. അതില്ലെങ്കിൽ വണ്ടിക്ക് കൊടുക്കും കൂടുതലായിരിക്കും. എന്തിനാ ഷോക്ക് അബ്സോർബർ? ആ വണ്ടി ഓടിപ്പോകുമ്പോൾ ഏതെങ്കിലും കുഴിയിൽ ചാടിപ്പോയാൽ അതിൻ്റെ ഷോക്ക് അവിടെ അതിനകത്തിരിക്കുന്നവർക്ക് അനുഭവപ്പെടാതെ ആ ഉപകരണം ആ ഷോക്ക് അബ്സോർബ് ചെയ്യും, വലിച്ചെടുക്കും. അതുപോലെ ദൈവമക്കളെ, നമ്മുടെ കൂടെയെല്ലാം ജീവിക്കുന്ന നമ്മുടെ ഭാര്യ തെറ്റുപറ്റാവുന്നതാണ്, അപാകതകളുള്ളതാണ്, കഴിവുകളുള്ളതാണ്, യോഗ്യമായ പെരുമാറ്റമില്ലാത്തതാണ്. അതുപോലെ നമ്മുടെ ഭർത്താവും എല്ലാം തികഞ്ഞ മനുഷ്യനൊന്നുമല്ല, എല്ലാത്തിനും യോഗ്യനായ മനുഷ്യനൊന്നുമല്ല, എല്ലാത്തിലും തികവാർന്ന മനുഷ്യനൊന്നുമല്ല. ദൈവമക്കളെ, നമ്മളെല്ലാം നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലതരം കുഴികളിലും പലതരം വീഴ്ചകളിലും പലതരം തെറ്റുകളിലും എല്ലാത്തിലും നാം അകപ്പെട്ടു പോകാറുള്ളതാണ്. അപ്പോൾ ആ ഭവനത്തിലുള്ളവരുടെ ഉത്തരവാദിത്തമാണ് ആ മനുഷ്യൻ മൂലം ആ ഭവനത്തിലുണ്ടായ കുലുക്കം അബ്സോർബ് ചെയ്യുക. അഥവാ യോസേപ്പ് സഹോദരന്മാരുടെ ആ അപാകത ക്ഷമിച്ചതുപോലെ നമ്മുടെ ഭവനത്തിലുള്ളവരോട് ക്ഷമിക്കാൻ, നമ്മുടെ ഭവനത്തിലുള്ളവർ മൂലമുണ്ടായ പിണക്കം ഇല്ലാതാക്കുവാനും, അവരങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ല എന്ന് വെച്ചുകൊണ്ട് അവരോട് ഇടപെടുവാനുമുള്ളതായ ആ വലിയ ഒരു മനസ്സിൻ്റെ ഉടമയാണ്. അതെങ്ങനെയാണ് കിട്ടുക? അതാണ് ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുന്നത്. അതിനാണ് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാകുക. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അവർ വീടടക്കം ആനന്ദിച്ചു. ആ വീട്ടിൽ അവർ കേൾക്കുന്ന ശബ്ദം വന്നേ ഉള്ളൂ, വേലക്കാരൻ കേൾക്കുന്ന ശബ്ദം വന്നേ ഉള്ളൂ, ആ വീട്ടിലെ വേലക്കാർ മുഴുവൻ കേൾക്കുന്ന ശബ്ദം വന്നേ ഉള്ളൂ.
ആ വീട്ടിലേക്ക് വന്ന മകൻ പറയുന്നു, എനിക്ക് തെറ്റുപറ്റി, ഞാൻ ശരിയായിട്ടല്ല പെരുമാറിയത്, എനിക്ക് ശരിയായി പെരുമാറാൻ പറ്റിയില്ല. ദൈവമക്കളെ, നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാവൂ. തിരുത്താൻ എന്തെങ്കിലും ഉണ്ടോ? മരുമകളോട് ക്ഷമിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അമ്മായിമ്മയോട് തിരുത്തി പറയാൻ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ഓരോരുത്തരും ഒന്ന് ശാന്തമായി ചിന്തിച്ച് നോക്കൂ. അതോ എനിക്ക് തെറ്റുപറ്റിയില്ല എന്നുള്ളതാണോ, തെറ്റുപറ്റി എന്നുള്ളതാണോ നിങ്ങളുടെ മനോഭാവം? നമ്മുടെ തലകളെ നമുക്ക് വണക്കാൻ പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശു ക്രിസ്തു ഒരു പാപമില്ലാത്തവൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ അവന് പ്രാർത്ഥിച്ചു, കർത്താവേ ഇവരോട് ക്ഷമിക്കണമേ. എന്നാൽ അനേകം പാപങ്ങളുള്ള നാം പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ പാപം മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കുന്നു, മറ്റുള്ളവരോട് പകവെച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരുന്നില്ല. നമ്മുടെ വായിൽ തെറ്റുപറ്റിയെന്നൊരു വാക്ക് നമ്മുടെ ഭവനത്തിൽ മുഴങ്ങുന്നില്ല. പുറത്തിറങ്ങിയൊക്കെ പറയുന്നുണ്ട്, വീട്ടിൽ പറയുന്നില്ല. ഊണമേശയിലില്ല, കിടപ്പുമുറിയിലില്ല, അടുക്കളയിലില്ല, ഒരുമിച്ച് പെരുമാറുന്നിടത്ത് എനിക്ക് തെറ്റുപറ്റിയെന്ന് ഒരു വാക്കില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ കുരിശിലെ രക്തമുഖാന്തരം നിങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ ദൈവിക വെളിച്ചം വരട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ ദൈവിക പ്രകാശം വരട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ഒന്നാമത് പറയേണ്ട വാക്കിതാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ പെരുമാറേണ്ടതുപോലെ പെരുമാറിയില്ല, പറയാൻ മേലാത്തത് പറഞ്ഞുപോയി. അത് പറയാനുള്ളതായ ആ കൃപയാണ് ദൈവം നിങ്ങൾക്ക് തരുന്നത്. അതാണ് മാനസാന്തരത്തിൻ്റെ അനുഭവം. അതാണ് ക്രിസ്തുവിൻ്റെ കുരിശ് മൂലം നമുക്ക് കിട്ടുന്നതായ ജയം. അതാണ് ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ ഘോഷം. പ്രിയപ്പെട്ടവരെ, ഇത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്നതാണ്. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തെ മാറ്റുകയാണ്, നിങ്ങളുടെ കഠിന ഹൃദയത്തെ മാറ്റുകയാണ്, നിങ്ങളുടെ പിടിവാശി മാറ്റുകയാണ്, നിങ്ങളുടെ വൈരാഗ്യബുദ്ധി മാറ്റുകയാണ്. അതിനു പകരം ഭവനത്തിലുള്ളവരോട് ചേർന്ന് ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര പേര് ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നുണ്ട്? ഇതുവരെ വന്നതെല്ലാം വന്നു കർത്താവേ, ഒരു പുതിയ ജീവിതം ആരംഭിക്കൂ സഹോദരങ്ങളെ. എന്തിനു നശിക്കുന്നു പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ പാപത്തെ എറിഞ്ഞുകളയുകയും നിങ്ങളുടെ മനോഭാവത്തെ എറിഞ്ഞുകളയുകയും നിങ്ങളുടെ ചിന്താഗതിയെ ഉപേക്ഷിക്കുകയും നിങ്ങളുടേതായ ധാരണകളെ മാറ്റിക്കളയുകയും. എന്തിനു നശിക്കുന്നു സഹോദരീ സഹോദരന്മാരെ? നിങ്ങളാരും നശിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടുണ്ട്. നിങ്ങൾ അവൻ്റെ മുഖത്തേക്ക് നോക്കൂ, അവൻ്റെ രക്തത്തിൽ നിങ്ങൾ ആശ്രയിക്കൂ. നിങ്ങളുടെ പാപം ക്ഷമിച്ചു കിട്ടും. അവൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പുതിയ ബലം തരും, നിങ്ങൾക്ക് ശക്തി തരും. നിങ്ങൾ എങ്ങനെ പറയുമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അയ്യോ, ഇതെങ്ങനെ ഞാൻ ചെന്ന് വീട്ടിൽ പറയും എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ദൈവമക്കളെ, ഇതൊരു പരാജയമല്ല, ഇത് ജയമാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ വീട്ടിൽ പെരുമാറിയപ്പോൾ തെറ്റുപറ്റിപ്പോയി എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സ്വന്തക്കാരോടും നിങ്ങളുടെ ഭവനക്കാരോടും പറയുക എന്നുള്ളത് പരാജയമല്ല. പ്രിയപ്പെട്ടവരെ, ഇത് ജയമാണത്. അതാണ് ജയമെന്ന് പറയുന്നത്. അതാണ് പാപത്തിൻ്റെ മേൽ ജയമെന്ന് പറയുന്നത്. അതാണ് മനസ്സിൻ്റെ ക്രിസ്തുവില്ലാത്ത മനോഭാവം മാറി ക്രിസ്തുവുള്ള മനസ്സുള്ളവരാകുക, പിശാചിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക. എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. നമ്മുടെ എല്ലാ ഭവനങ്ങളും ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുള്ള സ്ഥലമായി മാറട്ടെ. ഒറ്റ കാരണം മാത്രം നോക്കിയാൽ മതി. ഊണ് കഴിക്കാനിരിക്കുമ്പോൾ, ഭവനത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് നിങ്ങൾക്ക് പറയാനുണ്ടോ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ പറയാൻ മേലാതെ പറഞ്ഞുപോയി. ദൈവമക്കളെ, അത് പറയാനുള്ള വിനയം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ടോ? അത് പറയാനുള്ള തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടോ? അത് പറയാനുള്ള തീരുമാനം നിങ്ങൾ എടുത്താൽ നിങ്ങളുടെ മക്കൾ സന്തോഷിക്കും, നിങ്ങളുടെ കുടുംബം സന്തോഷിക്കും, നിങ്ങളുടെ കൊച്ചുമക്കൾ സന്തോഷിക്കും. അത് പറഞ്ഞു കേൾക്കുന്ന ഒരു അപ്പനെ കണ്ടിട്ട് മക്കൾ സന്തോഷിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പനെക്കുറിച്ച് ദോഷം നിരൂപിച്ച മകൻ വർഷങ്ങൾ കഴിഞ്ഞ് മകൻ മാനസാന്തരപ്പെട്ടപ്പോൾ അപ്പൻ അനുഭവിച്ച ഹൃദയവേദന അവൻ ഇപ്പോഴാണ് മനസ്സിലായത്. എന്തുകൊണ്ടാണ് എൻ്റെ അപ്പൻ തിരുത്തിയതെന്ന്, എന്തുകൊണ്ടാണ് എൻ്റെ അപ്പൻ മോഷ്ടിച്ചത് മടക്കി കൊടുത്തതെന്ന്, എന്തുകൊണ്ടാണ് എൻ്റെ അപ്പൻ അമ്മയോട് ക്ഷമ ചോദിച്ചതെന്ന് ആ മകന് മനസ്സിലായത് അവൻ മാനസാന്തരപ്പെട്ടപ്പോൾ മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരുത്തുക, മനസാന്തരം അനുഭവിക്കുക, ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ സാക്ഷികളാകുക, ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങൾ കഴുക പ്രാപിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ ജീവിതം ആരംഭിക്കുക, ഒരു പുതുക്കത്തിൻ്റെ ജീവിതം ആരംഭിക്കുക. ഇന്നു മുതൽ ആരംഭിക്കുക. ഇന്നു മുതൽ നിങ്ങൾ മുന്നോട്ട് ദൃഷ്ടി വയ്ക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ മുന്നോട്ട് നോക്കുക. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ. പ്രിയ ദൈവവേദലേ, നീ ഒരു ദുരഭിമാനിയാകരുത്. പ്രിയപ്പെട്ട സഹോദരി, നീ ഒരു കടുംപിടുത്തക്കാരിയായി നശിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഭവനത്തിൽ തുറക്കുക, ഹൃദയം തുറക്കുക, കർത്താവിന് മുമ്പിൽ ആദ്യം തുറക്കുക.
അപ്പോൾ പിന്നെ എങ്ങും തുറക്കാൻ ലജ്ജിക്കേണ്ട കാര്യമില്ല. കർത്താവെ, ഞാൻ തീരുമാനിക്കുന്നു ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം എൻ്റെ ഭവനത്തിലുണ്ടാകുവാൻ ഞാൻ എൻ്റെ വാഗൊണ്ട് എൻ്റെ തെറ്റുകൾ തുറന്നു പറയും. എൻ്റെ കൂടെ ജീവിക്കുന്നവരോട്, മജ്ജയും മാംസമുള്ള മനുഷ്യരോട്, എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണയുള്ള മനുഷ്യരോട്, എന്നെക്കുറിച്ച് തെറ്റായി വിചാരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, മജ്ജയും മാംസമുള്ളവരായി എൻ്റെ വീട്ടിൽ പാർക്കുന്നവരോട് ഞാൻ തുറന്ന് സംസാരിക്കും. എൻ്റെ വീഴ്ചകൾ തുറന്നു പറയും, എൻ്റെ തെറ്റുകൾ തുറന്നു പറയും. കർത്താവെ, ഞാൻ അവരെ വേദനിപ്പിച്ച കാര്യം ഞാൻ അവരോട് തുറന്നു പറയും. പ്രിയപ്പെട്ടവരെ, നല്ല തീരുമാനങ്ങൾ എടുക്കുക. ദൈവത്തിനായ ദൈവമേ, ഈ മക്കളെ സഹായിക്കണമേ. ഇവരോട് കൃപയുണ്ടാകണമേ. ഇവരുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഇവരുടെ കുഞ്ഞുങ്ങളെ വളർത്തണമേ. ഇവരുടെ ഭവനങ്ങളിൽ സമാധാനം കടന്നു വരണമേ. പുതിയ സന്തോഷവും പുതിയ ഉല്ലാസവും അവർക്ക് കൊടുത്ത് അവരെ സമാധാനമായി ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ വളർന്നു വരുവാനിടയാക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം തരുമാറാകണമേ.